ഇടിച്ചു പൊളിക്കാൻ വേണ്ടി ചത്താപ്പച്ച ടീം എത്തിയാണ്. ശരിക്കും എന്ത് ചത്താപ്പച്ച? ഡു ഓർ ഡൈ സ്പിരിറ്റ് ആണ്, ഓൾ ഓർ നത്തിങ്. കല്യാണരാമനിൽ പറയുന്നുണ്ട് സലീമേട്ടൻ, ഹനുമാൻ ഇറക്കിയിട്ട് വർക്കാവൂല, രണ്ടാമത് നിന്ന് നോക്കണ്ട ചത്താപ്പച്ച ഇറങ്ങിക്കോന്ന് പറയും. ട്രെയിലറിന്റെ ലാസ്റ്റ് ഞങ്ങളൊരു ബാക്ക് ഷോട്ട് കണ്ടു. ശരിക്കും നോക്കണം, നമുക്ക് എന്ത് പറഞ്ഞു? നമുക്ക് ഹാപ്പിയാണ്, വീട്ടിലുണ്ട്. ഹാപ്പി ആയിരുന്നു കണ്ടിട്ട്, അതിൽ നേരം നിർത്തിയില്ല. നിങ്ങളുടെ ആക്ടിങ് സ്റ്റൈലിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം 3 വാക്കിൽ. പലരും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിൽ തന്നെ വില്ലനായിട്ട് റേപ്പിസ്റ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സീൻ, അപ്പൊ ഞാൻ ഓർത്ത് സെക്കൻഡ് പടം ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ബെസ്റ്റ് സ്നാക്ക് എന്താ നിങ്ങൾ സിനിമ കാണുമ്പോൾ കഴിക്കണേ? വനിതവിനിലത്തെ മുട്ടപ്പഫ്. മുട്ടപ്പസ് പൊള്ളിയാ. രാവിലത്തെ ഷോ തന്നെ കയറണം. ഇന്റർവെല്ലിൽ ഒരു കാപ്പി മുട്ടപ്പഫും. ഞങ്ങൾ പട്ടിമറ്റത്ത് ഒരു കലക്കം ബീഫ് ഫ്രൈ കടാണ്ട് പിടിച്ചിട്ട് ഡെയിലി ഫൈറ്റ് തീരണ സമയം, ഫൈറ്റ് തീരണം ഡെയിലി രാത്രി പൊറോട്ടൻ ബീഫ് കുറച്ച് ഐസ് ബാത്ത്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ, തിയേറ്ററിൽ കാണുമ്പോൾ അയ്യോ എന്റെ സീന് വന്നേ ഒരു മൂഡിലാണ്. ഡിന്നറൊക്കെ കൂടി ചില കണക്ക് അടിച്ച് കഴിയുമ്പോൾ എല്ലാവരും ചില്ല് ചെയ്തിരുന്ന് രോമാഞ്ചം കാണും. പക്ഷെ കോമഡി എന്താ അറിയോ, തുടക്കം കുറെ കോമഡി ഉണ്ടല്ലോ, ഞാൻ സെക്കൻഡ് ഹാഫ് വരുമല്ല, അപ്പോഴേക്കും എല്ലാവരും സൈഡാവും. ഞാൻ ഇങ്ങനത്തെ കാണുന്നുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഇടിച്ചു പൊളിക്കാൻ വേണ്ടി ചത്താപ്പച്ച ടീം എത്തിയാണ് ഈ ജനുവരിയിൽ. സോ ലെറ്റ് മീ വെൽക്കം അർജുൻ അശോകൻ, ഇഷാൻ, വിശാഖ് ആൻഡ് റോഷൻ. സോ 4 പേർക്കും വെൽക്കം. ഈ ഫസ്റ്റ് ആണ്, നിങ്ങളുടെ പേരെല്ലാം ഭയങ്കര അടിപൊളിയാണ് ഇതിനകത്ത്. വെട്രി, ചെറിയാൻ, ലിറ്റിൽ, ലോക്കോ, സാവിയോ. അപ്പൊ ലോക്കോ അത് റിങ്ങിലെ പേര്. റിങ്ങില് എല്ലാവർക്കും ഉണ്ട്. ലിറ്റിലാണ് റിങ്ങിലെ പേര്. ലിറ്റിലാണ് ക്യാരക്ടറുടെ പേര്. തൂഫാൻ എന്നാണ് റിങ്ങില്. എനിക്ക് തന്നെ ചെറിയ തന്നെ. എനിക്ക് റിങ്ങിൽ വേറെ പേരിടാൻ സമയം കൊടുത്തില്ല. ക്യാരക്ടർ അങ്ങനെ. ഈ ശരിക്കും ഫസ്റ്റ് തന്നെ 2025 നിങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര നല്ല വർഷമായിരുന്നു. ഇപ്പം തലവര ഉണ്ടായിരുന്നു. ഇപ്പം മാർക്കോടൊരു ഇമ്പാക്റ്റ് കിട്ടുന്നത് 2025 പടക്കളുണ്ടായിരുന്നു, നമ്മുടെ ഓഫീസറിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, റോന്നുണ്ടായിരുന്നു. സോ എങ്ങനെയാ എക്സൈറ്റ്മെന്റ് ലെവൽ ശരിക്കും ഫസ്റ്റ് റിലീസ് 2026 ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. 2025 ഇങ്ങനെ നല്ല പടങ്ങളുണ്ടായിരുന്നു, പക്ഷെ വേറെ പടമൊന്നും ചെയ്തില്ല. അതുകൊണ്ട് അത്രയും തന്നെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത്രയും തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. അതുകൊണ്ട് അത്രയും തന്നെ സ്ട്രെസ്സും ഒരു ആങ്സൈറ്റിയും ഉണ്ട് ഇതിൻ്റെ റിലീസ് എടുക്കുമ്പോഴും. പക്ഷേ കോൺഫിഡൻ്റ് ആണ്, എല്ലാവരും ഹാപ്പിയാണ്. ഇത്ര വലിയൊരു പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പം അതും ഇത്രയും കാസ്റ്റിംഗ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗ്രൂപ്പിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരുടെയും വർക്ക് ചെയ്യണത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അദ്വൈതിനെ തുറമുഖം തൊട്ടറിയാം. പിന്നെ അനന്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ നോക്കുമ്പോൾ വലിയ ബാനേഴ്സും എല്ലാം ഉണ്ട്. വലിയൊരു പരിപാടിയുടെ ഒരു ഭാഗം പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് ഈ റിലീസിന് എത്തുമ്പോൾ അതിനും കൂടുതൽ അടിപൊളിയായിരുന്നു. മീൻസ് ഈ ഒരു 2025 വേറെ ഒന്നും പിടിച്ചില്ല. കാരണം എല്ലാവർക്കും അത്രയും ഫിസിക്കലി ഡിമാൻഡിങ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രെപ്പും ഷൂട്ടിൻ്റെ ഷെഡ്യൂളും അതൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലോട്ടാണ് നമ്മുടെ എല്ലാ എഫേർട്ടും. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു രീതിയിൽ മൗണ്ട് ചെയ്തിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ പടമൊക്കെ എനിക്കുണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഭയങ്കര വലിയ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പടത്തിൽ ഇവർ 3 പേര് മാത്രമല്ല, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. നമ്മൾ സാധാരണ ഒരു ഫിലിം സെറ്റിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് പോലും ചത്താപ്പച്ചയുടെ സെറ്റിൽ ലൈക്ക് മൊത്തം ഭയങ്കര ഒരു യങ് എനർജി ഉള്ള ഒരു സെറ്റായിരുന്നു. സോ എവറിബഡി വാസ് ഇൻട്രാക്ടിങ് വിത്ത് എവ്രി വൺ. ഇപ്പം ഞങ്ങൾ 4 പേര് കൂടാതെ തന്നെ കാസ്റ്റിൽ ഒരു വലിയ ഗ്രൂപ്പുണ്ട് ഈ പോസ്റ്റേഴ്സിൽ കാണുന്ന പിള്ളേരെല്ലാവരായിട്ടുള്ള വർക്ക് ഭയങ്കര രസമായിരുന്നു. മെനി ക്ലോസ് ഫ്രണ്ട്സ് ഇൻ ദിസ് പ്രോജക്റ്റ്. അപ്പം അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എത്രയൊക്കെ ബുദ്ധിമുട്ടി ഇടിയൊക്കെ കൊണ്ട് വയ്യാണ്ട് വീട്ടിലെത്തിയാലും പിറ്റേന്ന് രാവിലെ സെറ്റിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര താല്പര്യം തോന്നുന്ന ഒരു സെറ്റായിരുന്നു. ശരിക്കും എന്ത് ചത്താപ്പച്ച പേര്? ചത്താപ്പച്ച ഒരു ഫ്രേസാണ്, മട്ടാഞ്ചേരിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ്. നമ്മുടെ റൈറ്റർ ഇട്ട ടൈറ്റിലാണ്, സനൂപേടൻ ഇട്ട ടൈറ്റിലാണ് ചത്താപ്പച്ച. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഡു ഓർ ഡൈ സ്പിരിറ്റ് ആണ്, ഓൾ ഓർ നത്തിങ്. കല്യാണരാമനിൽ പറയുന്നുണ്ട് സലീമേട്ടൻ,
ഈ ആദ്യം ഹനുമാൻ ഇറക്കിയിട്ട് വർക്കാവൂല, രണ്ടാമത് നീ ഒന്നും നോക്കണ്ട ചത്താപ്പച്ച ഇറങ്ങിക്കോന്ന് പറയും. ആ അതാണ്, ഒന്നും നോക്കണ്ട. ആ. ഈ കൊച്ചി ബേസ് ചെയ്തിട്ട് എന്റർടൈനർ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പെട്ടെന്ന് സിനിമകൾ മൈൻഡിലേക്ക് വരും. ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈ. അപ്പൊ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഈ കൊച്ചിയിൽ പടം നടക്കുന്നു, ഇപ്പൊ അർജുൻ്റെ ഹോം കൂടെ ആണല്ലോ, ശരിക്കും ആ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ശരിക്കും ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴുണ്ടായിരുന്നു കൊച്ചി ബേസ് ചെയ്ത് എന്റർടൈനർ വരുമ്പോൾ? അങ്ങനെയല്ല, ഈ പടത്തിനത് ഡിമാൻഡ് എവിടെ വേണമെങ്കിലും വെക്കാം നമുക്ക് ഈ പരിപാടി. പക്ഷെ കൊച്ചിയിൽ വെച്ചെന്ന് വെച്ചാൽ ബ്രൈറ്റനും പിന്നെ അദ്വൈതിനൊക്കെ കൂടുതൽ ഈസി പരിപാടി കൊച്ചി ആയിട്ട്, പുള്ളി കൂടുതൽ കൊച്ചി അറിയാം സനൂപേട്ടന്. പിന്നെ എന്താ വെച്ചാൽ ഒരു ക്രിസ്മസ് ഒക്കെ വന്നു കഴിയുമ്പോഴും ന്യൂ ഇയർ വരുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ കൊച്ചിയിൽ. അപ്പൊ ആ കളറും അതിന്റെ ഒരു വിന്റേജ് ഫീൽ ഉണ്ടല്ലോ കൊച്ചി ചില ഭാഗങ്ങൾ. മട്ടാഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും പഴയ കാലഘട്ടത്തിലെ ഹെറിറ്റേജ് ആയിട്ടുള്ള പരിപാടി ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ വെച്ചത്. പിന്നെ കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി കുറെ കൊച്ചിപ്പടം അല്ലെങ്കിൽ കൊച്ചിക്കാരനായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് പിടിക്കാനും പറ്റും. വേറെ ഒന്നും ചിന്തിക്കാണ്ട് വെറുതെ പോയി അഭിനയിക്കാം, നമുക്ക് വാക്കുകളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും കൊച്ചിയിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബേസിക്കലി ആ ഒരു ഏരിയ മാത്രമേ കാണിച്ചുള്ളൂ പടത്തില്. കൊച്ചി ഏരിയയിലേക്ക് വരുന്നില്ല. WWE ആ ഒരു റെസ്ലിംഗ് ആ റിംഗ് അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് മൊത്തം പോണത്. ഈ ശരിക്കും WWE മെയിൻ ക്രക്സ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് പ്ലസ് സ്പോർട്സാ. അപ്പോൾ ഈ ഫസ്റ്റ് അനൗൺസ്മെന്റിലും നമ്മൾ കണ്ടതൊരു കാരിക്കേച്ചർ റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സ്പോർട്സ് ഡ്രാമയാണെന്ന്. പക്ഷെ പിന്നെയാണ് നമുക്ക് ഓരോ അപ്ഡേറ്റിലും കുറച്ചുകൂടെ ഒരു എന്റർടൈനിങ് പരിപാടിയാണ്. ശരിക്കും നിങ്ങൾ എങ്ങനെ പ്രോജക്റ്റിലേക്ക് ഇന്നാവണേ, ഇതിന്റെ ജേർണി തുടങ്ങണേ? അദ്വൈത കഥ പറഞ്ഞപ്പോഴാണ് എന്നെ വന്നേ. അദ്വൈതായിട്ട് പണ്ട് തൊട്ടുള്ള ഒരു പരിചയമുണ്ട്. അതായത് അവൻ പണ്ട് ഒരു ഷോർട്ട് ഫിലിമായിട്ട് 2020 നമ്മൾ ചെയ്യാനിരുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അപ്പം അത് നടന്നില്ല. പക്ഷേ ആ ഒരു പരിചയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ വന്ന് കഥ പറഞ്ഞപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു സാധനം പ്ലേസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. WWE എന്നുള്ള ഒരു സാധനം സിനിമയാക്കിയിട്ടില്ല. അപ്പോൾ ബ്രോ പറഞ്ഞ പോലെ സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നൊരു ജോണർ മാത്രമല്ല, ഇതിലൊരു സ്പോർട്സ് ഡ്രാമ എന്നൊരു കൂടെ തന്നെ ഒരു ഫാമിലി ഡ്രാമയുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു സാധനമുണ്ട്. അങ്ങനെ പല ലെയേഴ്സ് ഉള്ളൊരു നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു പിച്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് ബേസിക്കലി ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമ്മുടെ അടുത്ത് പിച്ച് ചെയ്യുന്നത്. ആസ് എൻ വേക്ക് ഇൻ ദിസ് ഫിലിം ഗോ എന്നുള്ളൊരു സാധനം. പിന്നെ റൂട്ട് ഇമോഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സാധനം അതിപ്പോൾ ഇന്ത്യയിൽ എവിടെയും, ഇപ്പോൾ അർജുൻ പറഞ്ഞ പോലെ എവിടെയും പ്ലേസ് ചെയ്യാം, കേരളത്തിൽ മാത്രമല്ല എവിടെയും പ്ലേസ് ചെയ്യാം. ബട്ട് ടു മേക്ക് ഇറ്റ് ബിലീവബിൾ ഫോർട്ട് കൊച്ചി ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒത്തുചേർന്ന് വന്നപ്പോഴത്തേക്കും പിന്നെ അടിപൊളി കാസ്റ്റാണ്, അടിപൊളി ക്രൂ ആണ്, ഇത്രയും വലിയ ബാനേഴ്സൊക്കെ ബാക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി. ഫിസിക്കലി എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പരിപാടി? എങ്ങനെ എഫേർട്ടും കാര്യങ്ങളൊക്കെ? എഫേർട്ട് ഭയങ്കര കൂടുതലാണെന്നറിയാം. ട്രെയിനിങ് സൈഡ് എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഫിസിക്കലി? ട്രെയിനിങ് ഒരു ഡിഫറെൻറ്റ് ഫേസ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 3-4 months പ്രയർ ടു ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോസസ്സാണ്. ഇതിന് ഫിസിക്കൽ ട്രെയിനിങ് മാത്രമല്ല, ഇതിൻ്റെ ഒരു കൊറിയോഗ്രാഫി പഠിക്കാനും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ശരിക്കും ഇതിൻ്റെ റിതം കൊറിയോഗ്രാഫി സേഫ്ലി എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നത് നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷൻ ടൈമിലാണ്. ഇപ്പോൾ ഡേവിസും ശ്രാവ് എന്ന് പറഞ്ഞ ട്രെയിനേഴ്സ് ഉണ്ട്, ഇവരാണ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ ബോഡി എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും എന്ന്. കാരണം ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തും കുറേ സ്പോർട്സ് ഒക്കെ കളിച്ചിരുന്നു, പക്ഷേ അതിൽ നമുക്കൊരു ഫിസിക്കലി അസ്തറ്റിക് ബോഡിയൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോഴാണ് ഡയറ്റ് പിടിച്ച് സമയത്തിന് വർക്കൗട്ടൊക്കെ ഡിസിപ്ലിനായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്, നമ്മൾ ശരിക്കും ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു സാധനം പിടിച്ചാൽ വി കൻ പുഷ് അവർ ബോഡീസ് ടു, ദെയർ ആർ നോ ലിമിറ്റ്സ് ടു വെയർ വി കൻ പുഷ്. ഇതിന്റെ സെറ്റിലാണ് മെഗ്നീഷ്യം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നു? ഇതിന്റെ സെറ്റല്ല, ഞാൻ വീട്ടിലായിരുന്നത്. എങ്ങനെയുണ്ടായി ട്രെയിനിങ്? ട്രെയിനിങ്ങടെ ആക്ച്വലി ഞാൻ മറ്റേ തലവര കഴിഞ്ഞിട്ട് മറ്റേ ഒട്ടി നിൽക്കുന്ന സമയമായിരുന്നു, ഭയങ്കരമായിട്ട് മെലിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ പരിപാടി തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സുമതി കയറിയത്. അപ്പോൾ സുമതിക്കും കുറച്ചും കൂടി തടി വേണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ബൾക്ക് ചെയ്ത്, പിന്നെ ഈ ഒരു പരിപാടിയിൽ കുറച്ചൊന്നും ബൾക്കായാലേ എന്നെ ഒരു മാറ്റം ഫീൽ ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടാണ് കുറച്ച് പമ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ തുടങ്ങും. എനിക്ക് എൻ്റെ ബോഡി ഭയങ്കര സ്റ്റിഫാണ്, നാച്ചുറലി ഭയങ്കര സ്റ്റിഫാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അപ്പം അങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നുണ്ടാണ് നവംബർ തൊട്ടേ പരിപാടി തുടങ്ങി. പിന്നെ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയത് ഫെബ്രുവരി അല്ലേ, ഫെബിലാണ് നമ്മൾ അല്ലാത്ത ശ്രാവണിൻ്റെയും ഡേവിസിൻ്റെ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചറി ഇല്ലാണ്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചത് അവിടെ നിന്നാണ് ആക്ച്വലി. പിന്നെ ഈ WWE സാധനം നമ്മൾ ഫേക്ക് ആണെന്നൊക്കെ പറയുമെങ്കിലും ചെയ്യുമ്പോഴാണ് അതിൻ്റെ
ഭയങ്കര പണിയാണ് എന്നുള്ളത് മനസ്സിലായത്. നിങ്ങളെ ഇടി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു? പിന്നെ പൊളിയായിരുന്നു. ഫൈറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് തന്നെ ചെയ്തു. ഒന്നാമത് ഐ തിങ്ക് ഞങ്ങളെല്ലാവരും ഈ മറ്റേ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മൾ ട്രെയിനിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒന്ന് ട്യൂൺഡായി. ഇതാണ് ഈ പടത്തിൻ്റെ മേജർ ഹൈലൈറ്റ് എന്നുള്ളത് നമുക്കറിയാം. അത് ചെയ്യാൻ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ ഒരു കണക്കിന് ഷൂട്ടിൻ്റെ ഓർഡറിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും അവസാനമാണ് നമ്മൾ ഫൈറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത്. അതിന് മുമ്പ് ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്ത് തീർത്തിട്ട് പിന്നെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങുക. ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഫൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവർ ഓരോരുത്തരുടെയും എല്ലാവർക്കും ഫൈറ്റ്സ് ഉണ്ട് തമ്മിൽ. ഇവർ ഓരോരുത്തരുടെയും കഴിയുമ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു പറയും. അത് തന്നെ അങ്ങനെയൊക്കെയായിരുന്നു പരിപാടികൾ. പക്ഷെ ലൈക്ക് ലുക്കിംഗ് ബാക്ക് ഭയങ്കര പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എളുപ്പമല്ലായിരുന്നു, പക്ഷെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ട്രെയിലറിൻ്റെ ലാസ്റ്റ് ഞങ്ങളൊരു ബാക്ക് ഷോട്ട് കണ്ടു. ആ ബാക്ക് ഷോട്ടിനെ കുറിച്ചുള്ള റൂമറുകളൊക്കെ ഞങ്ങൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. മമ്മൂക്കയാണെന്നുള്ളത്. ശരിക്കും മമ്മൂക്കയാണോ? ഈ ചത്താപ്പച്ചിയുടെ സെറ്റിൽ മമ്മൂക്ക പലതവണ ഉണ്ടായിരുന്നു എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. സെറ്റിലോട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് EP ആയിട്ട് വർക്ക് ചെയ്യുന്ന ജോർജ് ഏട്ടനാണ്, സുനിൽ സിംഗ് ലൈൻ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സെറ്റിലോട്ട് കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ അച്ഛനെ വന്നിട്ടുണ്ടായിരുന്നു. സുഖം, ഹാപ്പി ആയിരുന്നു കണ്ടിട്ട്. അതിൽ നേരം നിർത്തിയില്ല. മമ്മൂക്ക എന്ത് പറഞ്ഞു? മൊത്തത്തിൽ ട്രെയിലറൊക്കെ കാണിച്ചോ? നമുക്ക് ഹാപ്പിയാണ്, വീട്ടിലുണ്ട്. ഒരു റാപ്പിഡ് ഫയർ പെട്ടെന്ന് നിങ്ങളുടെ കരിയറിൽ ഒരു അണ്ടർ റേറ്റഡ് മൂവി നിങ്ങളുടെ കരിയറിൽ സജസ്റ്റ് ചെയ്യണം ഒരാൾക്ക്? പോപ്പുലർ മൂവീസ് ഉണ്ടാവും, അണ്ടർ റേറ്റഡ് മൂവി ഏതായിരിക്കും നമ്മൾ ചെയ്തൊരു സിനിമ? ചെയ്തിട്ടുള്ള സിനിമയിൽ ഞാൻ തന്നെ 4ാമത്തെ സിനിമ. കുഴപ്പമില്ലല്ലോ. ഇല്ല, എനിക്ക് എക്സിറ്റ് എന്നുള്ള ഫിലിം സ്റ്റിൽ കുറെ പേര് കാണുന്നുണ്ട്. ഇത്തിരി നേരം. ഇപ്പൊ OTT ഇറങ്ങിയപ്പോ കുറെ പേര്. അതെ അതെ. തുറമുഖം. ഓക്കെ, നിങ്ങളുടെ ആക്ടിങ് സ്റ്റൈലിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം 3 വാക്കിൽ. അതായത് ക്യാരക്ടർ തന്നെ പോലെയല്ലോ നമുക്ക്. പിന്നെ ഒരു സ്റ്റൈൽ എന്നല്ല, അത് 3 വാക്കി പറയാൻ പറ്റില്ല. എന്റെ ഒരു ഇതില് ചത്താപ്പച്ചിലെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഫിസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ബേസിക്കലി. കാരണം കൊച്ചിക്കാരെന്നുള്ള സാധനത്തിൽ അധികം പരിപാടി പിടിക്കണ്ട. പിന്നെ എന്നാലും അതിൽ വേറൊരു പുതിയ പരിപാടി കൊണ്ടുവരാൻ നോക്കുക ചെയ്യുമ്പോൾ ഭയങ്കര സൈലന്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടറായി ഒരു 3-4 ദിവസം കൊണ്ട് സെറ്റ് ആവുന്നുള്ളൊരു രീതിയാണ് എനിക്ക് എപ്പോഴും. ക്യാരക്ടർ ചത്താപ്പച്ചല് അല്ല, ക്യാരക്ടറാണോ മറ്റേ ചോദ്യം? ക്യാരക്ടറാണ്. ക്യാരക്ടർ ബേസിക്കലി എൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ ഞാൻ ഓൾറെഡി ഏത് പ്രോജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നെർവസ് ആണ്, ഭയങ്കര ആങ്ഷ്യസ് ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ഫേസ് ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോകും. എനിക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നല്ലോണം പ്രിപ്പയർ ചെയ്ത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ക്യാരക്ടറിൻ്റെ ന്യൂവാൻസസും ഒരു ബോഡി ലാംഗ്വേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കൂളാണ്, പിന്നെ കുറച്ചുകൂടി ഇൻസ്റ്റിങ്ക്റ്റീവ് ആണ്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ഫേസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിലെ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? ഫസ്റ്റ് ഷോട്ട് 3ാമത്തെ ദിവസം ഒരു ബോട്ടിലിരിക്കുന്നൊരു സീനാണ്. അത് ആക്ച്വലി അന്ന് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഷൂട്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോസ്റ്റ്യൂം ഒന്നും മാറിയില്ല, ജസ്റ്റ് ചില്ലായിരുന്നു സെറ്റിൽ. പക്ഷേ പെട്ടെന്ന് ഞാൻ കോസ്റ്റ്യൂം മാറിയിട്ട് പെട്ടെന്ന് ഷോട്ട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടി ടെൻഷനോടെ പോയി. പിന്നെ ഷൂട്ടില്ല എന്നല്ല പറഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഓക്കെ, പക്ഷെ പെട്ടെന്നായി പോയി. മീൻസ് പക്ഷെ ചില സമയത്ത് അത് വർക്കാവും. ഡിസ്ക്രൈബ് ചെറിയാൻ്റെ വേറെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ചൊരു എന്താ പറയുക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഏറ്റവും ഒതുക്കവും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ചെറിയാൻ. കുറച്ച് ഭയങ്കര അങ്ങനെ. കന്നഡ ആരുടെ ആയിരുന്നു? കന്നഡ അത് ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കേസിൽ മെൽവി നമ്മുടെ കോസ്റ്റ്യൂം ഡയറക്ടർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂംസ് ഒക്കെ അതിൽ ഭയങ്കര ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ടുണ്ട്. അതിലൊരു കോൺസ്റ്റന്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുമ്മാ ഒരു സാധനം എടുത്തിടുവല്ല, ഇതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവരും ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഓൾ ക്രെഡിറ്റ് ടു മെൽവി. പിന്നെ അത് യൂസ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമായി മാറി, ഒരു പ്രോപ്പായി മാറി. വെട്രി എനിക്ക് ഒട്ടും പരിചിതമല്ലാത്ത രീതിയിൽ ഒരു മാച്ചോ ഗൈ ആണ് ആക്ച്വലി. ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ശരിക്കും പിടിച്ചിട്ടില്ല. പിന്നെ ഈ സിനിമയും ആക്ച്വലി എനിക്ക് ഭയങ്കര അൺഫെമിലിയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ് മറ്റാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അദ്വൈതിൻ്റെ ക്ലാരിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഷിഹാനിന് ഭയങ്കര നല്ലൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഇതിൽ. അത് ആനന്ദായിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കൊളാബറേറ്ററാണ് ആനന്ദേട്ടൻ. ഇതിൻ്റെ റൈറ്റർ സനൂപ്, ചുറ്റുമുള്ള മറ്റാൾക്കാർ, നമ്മുടെ ട്രെയിനേഴ്സ്. അപ്പം ഡിപ്പെൻഡ് ചെയ്ത് പോവുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു.
അതെ ഇത്രയും ആക്ഷൻ ഒന്നും എനിക്ക് ഞങ്ങൾ ആരും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഫൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവിലൊക്കെ അവസാനം ഒരു വലിയ ഫൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഇന്റൻസ് ആക്ഷൻ ഒക്കെ ആദ്യമായിട്ടാണ്. നിങ്ങൾ ഒരു പടത്തിന് വേണ്ടി പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ സ്കിൽ എന്തായിരിക്കും? റെസ്ലിംഗ്. ഇനി ചെറിയതായിട്ടൊന്ന് ശരിക്കുള്ള റിംഗിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. അയ്യോ തമ്മിൽ ഞങ്ങളത് മാത്രമാണെങ്കിൽ കയറാം, കുഴപ്പമില്ല. ഒരു പരിപാടി ഉണ്ട്. അതെ അതെ. പ്രൊമോഷൻ മാച്ചൊക്കെ ആയിരുന്നല്ലേ? അയ്യോ എന്നിട്ട് വേണം പലരും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഏതാന്നാണ് പറയേണ്ടത്? ആദ്യത്തെ പുതിയ നിയമം തന്നെ എൻ്റെ അടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഫസ്റ്റ് പടത്തിൽ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ആദ്യം മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് പടത്തിൽ തന്നെ വില്ലനായിട്ട് റേപ്പിസ്റ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സീൻ. അപ്പം ഞാൻ ഓർത്ത് സെക്കൻഡ് പടം ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ, ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊരു പടം ചെയ്തായിരുന്നു, രഞ്ജിത് സാറിൻ്റെ പടം, പുത്തൻ മണം എന്നായിരുന്നു പടത്തിൻ്റെ പേര്. അപ്പം അതിലൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു ചെയ്തത്. ഒരു രസമില്ലാത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മച്ചാൻ. ഒരു ദിവസം ഒരു തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഈ പടത്തിനുള്ള വേറെ എന്തിനോ പോയപ്പോഴത്തേക്കും ബാത്റൂമിൽ വെച്ചൊരു മച്ചാൻ്റെ അടുത്ത് വന്നിട്ട് ബ്രോ അങ്ങനത്തെ കാര്യങ്ങൾ ഇനി ചെയ്യരുത് കേട്ടോ, ഭയങ്കര മോശമായി പോയി, നിങ്ങൾ നിങ്ങളുടെ ആ കോമഡിയൊക്കെ പിടിച്ച് പോയാൽ മതി എന്നൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ സിനിമാസിൽ ഞാൻ അഭിനയിച്ചൊരു പടമല്ല. ഞാൻ അഭിനയിക്കുന്ന മുമ്പ് AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റോഷൻ ആൻഡ്രൂസ് സാറിനോട്. അപ്പോൾ കാരണം വേറെ ഒന്നുമില്ല, സിനിമ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഈ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ AD ആയിട്ട് തന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു നീ ആക്ടർ ആവാൻ നോക്കല്ലേ, എന്തിനാണ് AD ആയിട്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ നല്ല എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ്. ഈ നെഗറ്റീവ് ചെയ്യുമ്പോൾ ആൾക്കാർ കൂടുതൽ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇത് വരത്തിനും ചെയ്യണതിന് മുമ്പ് ഇപ്പൊ നെഗറ്റീവ് പിടിക്കണോ തുടങ്ങിയുള്ളൂ. ബിടെക്കിൽ അങ്ങനെ പാവല്ലേ, അതൊക്കെ ഇങ്ങനെ പോയാ പോരെ. വരത്തം ചെയ്തുകൊണ്ട് അജഗജാന്തരം കിട്ടിയത്. ഓക്കെ. സ്ക്രിപ്റ്റിൽ ഉള്ള ലൈൻസ് മറന്നുപോയി, പക്ഷെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഇട്ടത് പാച്ചപ്പ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സിനിമയിൽ? ഏതാ? എല്ലാത്തിനും ഇതിലുണ്ടോ? ഉണ്ടോ? അത് പക്ഷെ ചിലവര് ഓക്കെ പറയും, ചിലവര് പിന്നെ കട്ടുപിടിച്ചിട്ട് മര്യാദക്ക് പറയാൻ പറയും. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ പടത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആ ഒരു ക്യാരക്ടറിന്റെ ഇതിലാണെങ്കിൽ പക്കയാണ്, നോ പ്രോബ്ലം. പിന്നെ ഫോർ എക്സാമ്പിൾ വേറെ ഡയറക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ മഹേഷ് നാരായണനൊക്കെ ആണെങ്കിൽ പിന്നെ വാട്ട് എവേഴ്സ് ഇൻ ദ സ്ക്രിപ്റ്റിന്റെ പിടിക്കാവുന്നത്. അങ്ങനെ കയ്യിൽ നിന്ന് എടുത്തിട്ടെന്ന് വെച്ചാൽ ഉള്ള സാധനം തന്നെ വേറെ രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ അത് പോയിട്ട് എന്തോ ഇട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ തിയേറ്ററിൽ പോവാണ്, നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്നാക്ക് എന്താ നിങ്ങൾ സിനിമ കാണുമ്പോൾ കഴിക്കണേ? പോപ്കോൺ. വനിത വിനയിലത്തെ മുട്ട പഫ്. മുട്ട പഫ് പൊള്ളിയാ, രാവിലത്തെ ഷോ തന്നെ കാരണം അവിടെ കിട്ടുള്ളൂ. മറ്റേ ഇന്റർവെല്ലിൽ ഒരു കാപ്പി മുട്ട പഫ്. പണ്ട് ചെന്നൈയിലായിരുന്നപ്പോൾ അവിടെ സത്യം സിനിമാസിലൊരു പോപ്കോൺ തന്നെ സാധനം, പക്ഷെ അതിന്റെ മേളിൽ ഇടാനുള്ള ഒരു ചീസ് ടോപ്പിംഗ്, അത് ഭീകര പരിപാടിയായിരുന്നു. ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സത്യം പോപ്കോൺ വാങ്ങിക്കഴിഞ്ഞാൽ സൈഡിൽ വെച്ചിട്ടുണ്ട് 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടോപ്പിംഗ്സ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പൗഡർ. അത് ഇട്ടിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഷേക്ക് ചെയ്ത് പിന്നെയും കുറെ എന്നിട്ട് അതെടുത്തോണ്ട് പോവാം. ഭീകര ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു സത്യം. കൊച്ചിയിലാണല്ലോ ഷൂട്ട്, അപ്പോൾ നിങ്ങൾ കൊച്ചി ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? പിടിച്ചിട്ടുള്ളൂ. എനിക്ക് അന്ന് അർജുന്റെ ബിരിയാണി കഴിച്ച ദിവസം ഓർത്ത് ഞാൻ ഇപ്പോഴും ഞാൻ എല്ലാവർക്കും ബിരിയാണി മേടിച്ചു വെച്ചു. ഞാൻ ഒന്ന് ഉറങ്ങി, എല്ലാരും കഴിച്ചോട്ടെ വെച്ച് ഉറങ്ങി. കുറെ നാളത്തെ ബ്രേക്കിന് ശേഷം ബീഫ് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ആണെങ്കിൽ ആ കടയുടെ പേരെന്താ മറന്നുപോയി. അറാഫ്. അല്ല ഇത് പട്ടിമറ്റല്ലേ? അല്ലല്ല അത് ഞാൻ കട്ട് തന്നത് ഇവിടുത്തെ. ഇപ്പൊ ഞാൻ ഗ്യാപ്പിൽ റോഷൻ തൊട്ട് ആ ബീഫ് ബിരിയാണി തീർത്ത് ഞാൻ എഴുതിയിട്ട് ബീഫ് എവിടെ, ബീഫ് തീർന്ന്. ഓക്കെ, ചിക്കൻ ഉണ്ടോ? ചിക്കനും തീർന്ന്. കുറച്ച് റൈസിങ് അങ്ങനെ ഇടക്ക് ഭയങ്കര എല്ലാരും ഡയറ്റിലായതുകൊണ്ട് അങ്ങനെ പിടിക്കില്ല. പക്ഷെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ പട്ടിമറ്റത്ത് ഒരു കലക്കം ബീഫ് ഫ്രൈ കടാണ്ട് പിടിച്ചിട്ട് ഡെയിലി ഫൈറ്റ് തീരണ സമയം, ഫൈറ്റ് തീരണം ഡെയിലി രാത്രി പൊറോട്ടയും ബീഫ്, പൊറോട്ടയും ബീഫും കുറച്ച് ഐസ് ബാത്ത്. അകത്ത് പൊറോട്ടയൊക്കെ കല്ലായി. ഇതില് ഫൈറ്റും ഉണ്ട്, ഡാൻസും ഉണ്ടോ? എങ്ങനെ? ഇല്ല ഡാൻസ് ഇല്ല. നിങ്ങൾ ഏതാ പേഴ്സണലി പ്രിഫർ ചെയ്യുക, ഫൈറ്റ് ആണോ ഡാൻസ് ആണോ? ഫൈറ്റ്. ഡാൻസ്. ഞാൻ ഡാൻസ്. രണ്ടും. പക്ഷെ ഇതിലെ ഡാൻസ് മൂവിന് കുറെ അപ്രിസിയേഷൻ
എന്തുകൊണ്ടത് ആരും ചോദിച്ചില്ല. 2 ഇന്റർവ്യൂല് ഇതിലെന്താ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പടക്കള റിലീസ് ആയപ്പോ മനസ്സിലായി. പക്ഷെ ഞാൻ ശരിക്കും ഭയങ്കര വണ്ടടിച്ചു പോയി. ഭയങ്കര ടൈമിങ്, ഭയങ്കര ഡാൻസ്, ഫുൾ ഫ്ലോപ്പ് അല്ല, ഇടയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. അടിപൊളി ഡാൻസ്. താങ്ക് യു. ശരിക്കും എത്ര ദിവസം പ്രാക്ടീസ് ആയിരുന്നു ഡാൻസ്? ഇതിനോ? അല്ല ഇതിനൊരു 2 days. മൈസെൽഫ് ആൻഡ് മൈ മൂസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഇവര് പരിതീസം സ്തുതിയൊക്കെ ചെയ്യുന്ന ടീംസാണ്. ഇവര് അടിപൊളിയാണ്. അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അവരോട് വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. അർജുൻ ഡാൻസ് അറിയില്ല. അടുത്ത പ്രാവശ്യം വിളിക്കണോ? ഞാൻ ഉണ്ടായില്ല, ഷൂട്ടിലായിരുന്നു. അല്ല, ജോർജിയയിലായിരുന്നു. ന്യൂ ഇയറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അടുത്ത പ്രാവശ്യം വിളിക്കണം കേട്ടോ. ഓ പിന്നെ ഞാൻ അടുത്ത പടം ചെയ്യട്ടെ. ഓക്കെ ശരി. ഓക്കെ. നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ടോ? ഒട്ടുമില്ല. മീൻസ് എന്റെ സിനിമ കാണുമ്പോ അല്ല, എന്റെ പെർഫോമൻസ് കാണുമ്പോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പെർഫോമൻസ് കാണുമ്പോ എനിക്ക് ഒരു കാണാതിരിക്കാൻ നല്ലായിരിക്കും ഒരു ഫീലിംഗ് ആണ്. കാരണം ഫസ്റ്റ് ടൈം കാണുമ്പോ, തിയേറ്ററിൽ കാണുമ്പോ അയ്യോ എന്റെ സീന് വന്നേ എന്നുള്ളൊരു മൂഡിലാണ്. എല്ലാ സിനിമ പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോ ഓക്കെ ഇപ്പൊ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ്ലി കാണാൻ പറ്റും എന്നുള്ളൊരു സ്പേസിലെത്തി. പക്ഷെ ഫസ്റ്റ് കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. അല്ല, ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഇറങ്ങിയ സമയത്ത് കാണുമ്പോ ഭയങ്കരമായിട്ട് ആനന്ദൊക്കെ എങ്ങനെയായിരുന്നു? എന്ത് ഫസ്റ്റ് ഡേ കാണുമ്പോ? ഫസ്റ്റ് കാണുമ്പോൾ അന്ന് നമ്മുടെ ഫസ്റ്റ് ഫിലിമല്ലേ, അപ്പൊ അന്ന് എന്ത് ജഡ്ജ് ചെയ്യാൻ, ഈശ്വര ഇതൊക്കെ ശരിക്കും സംഭവിക്കുകയാണെന്നുള്ള ഒരു ഷോക്കിലായിരുന്നു. ഇപ്പൊ പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പൊ ആനന്ദം കാണുമ്പോൾ ഈശ്വര ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നുള്ള ഒരു ഫീലിംഗിലൂടെ ചിലപ്പോൾ പോകും. പക്ഷെ അതേ സമയത്ത് തന്നെ ചില പെർഫോമൻസ് കാണുമ്പോൾ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, അത് നമ്മൾ കൊടുക്കണമല്ലോ, സെൽഫ് ക്രെഡിറ്റും കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ് ആക്ടേഴ്സ് നമ്മളെല്ലാവരും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോമും ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് വോയിസ് നമ്മൾ ഭയങ്കരമായിട്ട് അതിന് വളർന്ന് ഇട്ട് കൊടുത്താൽ കുറച്ച് പ്രശ്നമാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗുഡ് ജോബ് എന്ന് നമ്മളോട് തന്നെ പറയണം. ഞാൻ ആനന്ദമൊക്കെ ശരിക്കും തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ കണ്ടേ ആദ്യമായിട്ട് കാണുമ്പോൾ. ആ സമയത്ത് ഒട്ടും ക്രിട്ടിക്കലായിട്ടൊന്നും അല്ല കാണുന്നത്. പിന്നെ അന്ന് നമ്മുടെ സോൾ കരിയർ ഓപ്ഷൻ ആയിട്ടില്ല, ലൈഫിൻ്റെ മൊത്തം അർത്ഥം സിനിമയൊന്നും ആയിട്ടില്ല ആ ഫേസിൽ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പല സാധനങ്ങൾ. ആനന്ദ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോഴും ഐ തിങ്ക് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതിനെക്കാട്ടിലും എലിവേറ്റഡ് ആയിട്ടൊരു സിനിമ വരും. അതായത് അതിനകത്തെ മേക്കേഴ്സ് എടുക്കുന്ന ഇൻവിസിബിൾ പണിയുണ്ടല്ലോ. ഞാൻ മോണിറ്ററിലൊന്നും പോയി നോക്കുന്ന ആക്ടറൊന്നും അല്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും സിനിമ ഡബ്ബും കൂടി ഇല്ലാത്ത സിനിമകളാണെങ്കിൽ ഫൈനലി അത് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഇവരിത് ചെയ്തെടുത്തത് എന്ന് തോന്നും. നമ്മൾ ഒരു ടൂള് മാത്രമായിരുന്നു, നമ്മളതിനപ്പുറം ഒന്നും അറിഞ്ഞിട്ടില്ല, ചെയ്തു വെച്ച സാധനം. പാരഡൈസ് ഒക്കെ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. ഞാൻ അതിനൊരു കറക്ഷൻ ഡബ്ബ് പോലും ഉണ്ടായിരുന്നില്ല. പടം 2-3 ഫെസ്റ്റിവലൊക്കെ ഓടി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ സാധനം കാണുന്നത്. കണ്ടപ്പോൾ ഐ വാസ് ബ്ലോൺ അവേ ബൈ ദ ഫിലിം. അത് ഒരു രീതിയിലും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തതിനകത്ത് കുറവുകൾ കാണുന്നില്ല എന്നല്ല. അത് കണ്ടുകൊണ്ട് അത് കാണാതിരിക്കൽ ഭയങ്കര ഇമ്പോസിബിൾ ആക്ടേഴ്സ് എല്ലാവർക്കും. എങ്കിലും അതിലെ കുറവുകളെല്ലാം കാണാമെങ്കിലും ചില സിനിമകൾ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിലും ഇത് നല്ല സിനിമയാണ് എന്ന് തോന്നും. അങ്ങനെ അത് ഞാനില്ലാത്ത സിനിമകളാണ് ശരിക്കും ഞാൻ കുറേയും കൂടെ ഒക്കെ ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഈ അണ്ടർ റേറ്റഡ് പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അർജുൻ തുറമുഖം പറഞ്ഞപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒന്ന് ഞെട്ടി. എനിക്ക് ഒരു തിയേറ്ററിലൊരു സിനിമ കണ്ടതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസസിൽ ഒന്നായിട്ട് ഞാൻ കൗണ്ട് ചെയ്യുന്ന പടമാണ് ഞാൻ ഏരിയസിലെ വലിയ സ്ക്രീനിലാണ് തുറമുഖം റിലീസിന് അന്ന് രാത്രി പോയി കാണുന്നത്. ഞാൻ അന്ന് രാത്രി പിന്നെ ഞങ്ങളൊരു 3 പേര് ഇതിൽ അഭിനയിച്ച ശ്യാമും ഞാനും ഒക്കെ ഒരുമിച്ചാണ് തുറമുഖം കാണുന്നത്. ഞങ്ങൾ അന്ന് രാത്രി കുറേ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കുമോ ഈ പടത്തിനെ പറ്റിയിട്ട്. എനിക്ക് പിറ്റേന്നിട്ട് വെളുപ്പിന് ഷൂട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല ഈ സിനിമ കണ്ടിട്ട് തിരിച്ചു തന്നിട്ട്. അങ്ങനെ ഞാൻ എനിക്ക് ചില ആൾക്കാർ കലക്കൻ പരിപാടി തിയേറ്ററിൽ വെച്ചാൽ കയ്യടി കിട്ടിയ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ. പാചകജാന്തത്തിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു മാസ് സീക്വൻസ് കിട്ടുന്ന നടന്നു തന്നെ പരിപാടി ആരുടെ അടുത്തേക്ക് ആ സീൻ ഇടക്കിടുന്ന് കാണും. നമ്മൾ ഡൗൺ ആയിരിക്കും, നമുക്ക് തന്നെ ഒരു പുഷ് വേണമല്ലോ. പിന്നെ രോമാഞ്ചം ഇടക്കിടക്കരുത്. എല്ലാവരും ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ഡിന്നറൊക്കെ കൂടി ചില എണ്ണൊക്കെ അടിച്ച് കഴിയുമ്പോൾ എല്ലാവരും ചില്ല് ചെയ്തിരുന്ന് രോമാഞ്ചം കാണും. പക്ഷെ കോമഡി എന്താ അറിയോ, തുടക്കുമ്പോൾ കുറെ കോമഡി ഉണ്ടല്ലോ, ഞാൻ സെക്കൻഡ് ഹാഫ് വരുമല്ല, അപ്പോഴേക്കും എല്ലാവരും സൈഡാവും. ഞാൻ ഒറ്റയ്ക്ക് എന്റെ സീനിരുന്ന് കണ്ടുവരും. പിന്നെ തലവരെ ഇപ്പൊ കാണാൻ തുടങ്ങി. എനിക്ക് സ്വന്തം ഒരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ പറവൊക്കെ ഇങ്ങനെ ഞാൻ കാണാറുണ്ട് എന്റെ പടങ്ങളൊക്കെ. പക്ഷെ എന്നാലും ഇത് പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു പോരായ്മ തോന്നും. അവിടെ നന്നാക്കായിരുന്നു, ഇവിടെ നന്നാക്കായിരുന്നു, പക്ഷെ ഇത് ഇങ്ങനെ പിടിക്കായിരുന്നു. ആ സാധനം എപ്പോഴും കിട്ടാറുണ്ട്, അതുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ ചില പരിപാടികൾ പുഷ് ചെയ്യാൻ വേണ്ടി ഈ റോപ്പ് കെട്ടിയിട്ട് കുറെ സീക്വൻസ് ഉണ്ടല്ലോ. എന്റെ ഫസ്റ്റ് ഡേ കെട്ടിയത് അർജുന്. അതിന്റെ ഒരു ഫണ്ണി മൂമെന്റ് എന്തായിരുന്നു? എക്സൈറ്റ് മറ്റേ കൂടെ എല്ലാരും കൂടെ റോപ്പിൽ കിടന്നുള്ള ഒരു പരിപാടി.
ഫണ്ണി എന്നല്ല, ചില സമയങ്ങളിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറങ്ങി വരൂല. ചിലപ്പോൾ നമ്മൾ പോക്കെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരണം. പക്ഷെ എന്നാലും ആ പ്രോപ്പർ കെയർ ചെയ്തിട്ട് തന്നെയാണ് കലാമാസ്റ്ററിന്റെ ടീം മൊത്തം നമ്മൾ ആ പരിപാടിയിൽ പിടിപ്പിച്ചത്. ഒട്ടും സേഫ് അല്ലാത്ത പരിപാടിയായിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്. സേഫ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെ കൊണ്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അവർക്ക് വ്യക്തമായ അറിവുള്ളതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഡ്യൂപ്പില്ലാണ്ട് തന്നെ ഒരു ഡ്യൂപ്പില്ല ഒരു പരിപാടി. അപ്പൊ ഒരു ഷോട്ടിൽ എന്തോ എൻ്റെ എനിക്ക് വരെ ഒരു ഡ്യൂപ്പിന് വെച്ചിട്ടുണ്ട്. അത് അതൊരു സ്റ്റണ്ടാണ്, ഒരു ചെറിയ മൂവാണ്. ബാക്കി ആരും ഫൈറ്റ് ഡ്യൂപ്പില്ലാണ്ട് തന്നെ, സ്റ്റൺസ് അടക്കം ഡ്യൂപ്പില്ലാണ്ട് എല്ലാവരും ചെയ്തേക്കണേ. അപ്പോൾ റോപ്പ് അവർക്കറിയാം. അപ്പോൾ അത് അങ്ങനെ ഫണ്ണി മൊമെന്റ്സ് ഫണ്ണി. പിന്നെ അവരുടെ ഫൈറ്റ് ഉണ്ട് പിള്ളേരുടെ, ഭീകര പരിപാടി. അത് റോബ് യൂസ് ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ കലാമാസ്റ്ററായിട്ട് ഷൂട്ടിന് മുന്നേ ഒരു 3-4 ദിവസം സമയം കിട്ടിയായിരുന്നു. മിക്ക പടങ്ങളിൽ ആ ഒരു ലക്ഷറി കിട്ടാറില്ല. അപ്പോഴാണ് ഈ റോപ്പ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ കോമഡി ആവുന്നത്. നമ്മൾ ഈ മറ്റേ എങ്ങനെയൊക്കെയോ പറഞ്ഞു പോകുന്നത് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതില് നമുക്ക് ആ സമയം കിട്ടിയതുകൊണ്ട് കലാമാസ്റ്ററിന്റെ ടീമിനും നമ്മളായിട്ടൊരു സിങ്കായി. അപ്പൊ അവര് വലിക്കുമ്പോ ഓക്കെ ഇപ്പൊ ഇവന്റെ വെയിറ്റ് എന്താണ്, ഇവന്റെ ഫോം എന്താണെന്നൊക്കെ മനസ്സിലാക്കി വലിക്കുമ്പോ അതിനൊരു നാച്ചുറാലിറ്റി ഒക്കെ തോന്നും. പിന്നെ നമ്മളുടെ ഇതിൽ റോപ്പില്ലാണ്ട് കറങ്ങി അതൊന്നും കണ്ടിട്ടില്ല. FI കേട്ടിട്ടുണ്ടോ? FI ഇല്ലല്ലേ? WWE ഫാൻ ഒരു പരിധി വരെ ചെറുതായിട്ടൊക്കെ. ഈ സെറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാരക്ടറിന്റെ മെമ്മറീസിന് വേണ്ടി അടിച്ചു മാറ്റിയിട്ടുള്ള എന്തെങ്കിലും സാധനം? ഇത് ലിറ്റിലിന്റെ ആണ്, എന്റെ ക്യാരക്ടറിന്റെ ആണ്. ഞാൻ എല്ലാ പടത്തും എന്തെങ്കിലും അടിച്ചു മാറ്റും. ഇതിന്ന് ഇവന്റെ ഷെയ്ഡ്സും ബെൽറ്റും ഞാൻ അടിച്ചു മാറ്റും. പൂക്കി ബെൽറ്റും അടിച്ചു മാറ്റും. ഞാൻ എല്ലാ മെമ്മറബിൾ സിനിമകളും എടുക്കുന്ന ഇതിൽ വെട്രിക്ക് ഒന്നും ഇല്ലായിരുന്നു എടുക്കാൻ. ആകെ ഷർട്ടും ജീൻസും അവർ തരൂല. എന്തെങ്കിലും പാച്ച് ഷൂട്ടോ ആവശ്യം ഫോട്ടോഷൂട്ട് എന്തെങ്കിലും ഒക്കെ വന്നാൽ അതെടുത്തോണ്ട് പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ ഒരു സാധനവും ഈ മനുഷ്യനില്ല. ചുറ്റിക എന്റെ ഫോട്ടോഷൂട്ടിന് കടം മേടിച്ച സാധനം എടുക്കാറുണ്ടോ? ഏത് റെസ്ലറിന്റെ സാധനം. പക്ഷെ അതൊക്കെ കോസ്റ്റ്യൂമിന്റെ ഭാഗമല്ലേ. പിന്നെ മെൽബി ഭയങ്കര പണിയെടുത്ത് ചെയ്തതും ഒക്കെയാ. ഇനി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇനി വേണം പോയിട്ട് എടുക്കാൻ. എന്റെ ലോക്കറ്റ് ആയിരിക്കും അറിയില്ല, ഇപ്പോഴും എടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും സാവിയുടെ ഒരു ലോക്കറ്റ് ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ ക്ലോസ് ഷോട്ട് വെച്ചിട്ടുണ്ട്. അതുണ്ട്. പിന്നെ എല്ലാ പടത്തിൽ നിന്നും എടുക്കും. ബ്രഹ്മയുഗത്തിന്റെ പകിടയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനും മമ്മൂക്കെ. അത് കോമഡി. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് ഇവരറിഞ്ഞില്ല. ഇവര് മറ്റേ സൗണ്ട് റെക്കോർഡിങ്ങിന് ഈ സാധനം തപ്പിക്കൊണ്ടിരിക്കണം. വീട്ടിലോട്ടൊക്കെ കാണുമെന്നാണ് താരായിരിക്കും തിരിച്ചറിയുന്നത്. എപ്പോഴും വീട്ടിലുണ്ടാവും പകിട. ചത്താപ്പച്ച ശരിക്കും ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പാൻ ഇന്ത്യൻ അസോസിയേഷൻസ് ഉണ്ട്. അതായത് പല ലാംഗ്വേജസിൽ ഇത് ഫസ്റ്റ് തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ഫസ്റ്റ് പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പരിപാടിയാണല്ലോ. ഈ എങ്ങനെ അതും ഇത് പറഞ്ഞപ്പോഴും ഇത് അങ്ങനത്തെ ഒരു ടെറൈനിൽ ആയിരുന്നു പരിപാടി പാൻ ഇന്ത്യൻ? ഇല്ല ബ്രോ, ഇത് പോകെ കൊളാബറേഷൻ വന്നതാണ്. അത് ഷിഹാന്റെ ഒരു ഒറ്റക്കഴിവാണ്. അത് പുള്ളിയുടെ ഒരു കോൺഫിഡൻസിലാണ് അങ്ങനത്തെ ഡീൽസും കൊളാബറേഷൻസ് കിട്ടിയത്. കാരണം വേറെ ഒന്നുമല്ല ബ്രോ, ഈ സബ്ജക്റ്റിന്റെ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. നമ്മൾ മട്ടാഞ്ചേരി കഥയാണ്, പക്ഷെ ഇതിന്റെ ഒരു ഓവറോൾ തീം എല്ലാവർക്കും മനസ്സിലാവുന്നു, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് പിച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു ഇന്നരുന്ന് ധർമ്മമാണെങ്കിലും മൈത്രി, PVR അവരൊക്കെ ഈ കോൺസെപ്റ്റ് കേട്ടപ്പോൾ ഒരു പാൻ ഇന്ത്യ കോൺസെപ്റ്റായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഷിഹാന്റെ ഒരു ധൈര്യമാണ്. പുള്ളിക്കൊരു ഒന്നും നോക്കണ്ട, ചത്താപ്പച്ച നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ വലിയൊരു റിലീസാണ്. ട്രെയിലർ കണ്ടു. ആ ലാസ്റ്റ് ഷോട്ടിൽ വരുന്ന ആളാരാണെന്നുള്ളത് കാണാൻ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. റിലീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റും അതിനെപ്പറ്റി. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം ബി. താങ്ക് യു. വെരി വെൽ ഡൺ. അപ്പോൾ എല്ലാവർക്കും ചത്താപ്പച്ച ജീവിതത്തിൽ വലിയൊരു മൈൽ സ്റ്റോൺ ആവട്ടെ. ഇതിന്റെ പാർട്ട് 3 അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഒക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.